സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലപ്പുറമാണ്. ഭഗവാൻ, അങ്ങനെ ഒരു കടമ്പ കൂടെ കഴിഞ്ഞു. സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലപ്പുറമാണ്. ഒരു സ്വന്തം നമ്മുടെ പേരിലൊക്കെ തന്നെ ഒരു കറണ്ട് കണക്ഷൻ കിട്ടുക, നമ്മുടെ വസിക്കുന്ന സ്ഥലത്തേക്ക് ജലം എത്തിച്ചേരുക, അതൊക്കെ ഹരിദാസത്തിൻ്റെ കിണറ്റിൽ നിന്നാണ് വെള്ളം എടുത്തിട്ടുള്ളത്. എങ്കിലും നമ്മുടെ പറമ്പിലേക്ക് ജലം എത്തുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാം നിങ്ങളുടെ സപ്പോർട്ടുകൾ കൊണ്ട് മാത്രമാണ്. ഭഗവാൻ, നമ്മുടെ വീടിൻ്റെ പണികളെല്ലാം ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട്. കണ്ടോ, എല്ലാം നിങ്ങളോട് ഭയങ്കരമായ കടപ്പാടാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ടുകൾ കൊണ്ട് മാത്രമാണ് ഇതുവരേക്ക് എത്താൻ സാധിച്ചത്. നിങ്ങളുടെ പ്രാർത്ഥന, വിലയേറിയ പ്രാർത്ഥനകൾ നിരവധി ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്സപ്പിലും മെയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ആശംസകളൊക്കെ നേർന്നിരുന്നു. അതെല്ലാം വളരെയധികം സന്തോഷത്തോടു കൂടി ഹൃദയത്തിൻ്റെ മടിത്തട്ടിൽ ഞാൻ എന്താ പറയുക, അങ്ങ് ഏറ്റവും നന്ദിയോടുകൂടി ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല ഭഗവാൻ. അങ്ങനെ തുളസീദളത്തിൽ ദേവർ മഠത്തിൻ്റെ അടിത്തറ പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ്. കണ്ടോ, ഈ ഒരു ഗ്യാപ്പിലാണ് ഫില്ലർ വരുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് റൗണ്ട് ഫില്ലർ എടുക്കണമെന്നാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് റൗണ്ട് ഫില്ലറാണ്. എങ്ങനെയായി വരുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും ഞാൻ അവിടെ 2 ഫില്ലർ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയും ആ ഭാഗത്ത്, അതായത് നമ്മുടെ ഈശാനുകോണ ഭാഗത്തായിട്ട്. ഏകദേശം പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കണ്ടോ, ഇനി ഞാൻ രാമേട്ടനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മുകളിൽ ചിലപ്പോൾ ഇനി മഴ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മൊത്തം ടോപ്പൊന്ന് നന്നായിട്ട് മട്ടിയിട്ട് നന്നായിട്ട് സിമൻറ്റ് കൂട്ടിയിട്ട് തേച്ച് വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഭഗവാൻ, ഇനിയും മണ്ണടിക്കണം. കാരണം ഈ പറമ്പിൽ നിന്ന് ഇനിയും നമുക്ക് മണ്ണെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കുറച്ച് മണ്ണടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ JCB ഇല്ലേ, നമ്മുടെ തറകീറിയില്ലേ, JCB കൊണ്ട് തറകീറിയില്ലേ, അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണ്ണ് കിട്ടുന്ന സമയത്ത് ഇവിടെ അടിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വെയിലാണ്. വൈകുന്നേര സമയമായതുകൊണ്ട് സൂര്യൻ മറുഭാഗത്താണ്, പടിഞ്ഞാറ് ഭാഗത്താണ്. അങ്ങനെ നമ്മുടെ തറപ്പണി ഇന്നത്തോടു കൂടി തറപ്പണി തീരുകയാണ്. ഭഗവാൻ, അങ്ങനെ നമ്മുടെ വീടിൻ്റെ പടവ് കഴിഞ്ഞു, ഫിനിഷാക്കി. രാമേട്ടൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായി, വളരെ വൃത്തിയായിട്ട് തന്നെയാണ് അതിൻ്റെ ടോപ്പ് തേച്ച് തന്നിട്ടുള്ളത്. കണ്ടോ, എന്ത് രസകരമായിട്ടുള്ളത്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഭഗവാൻ. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്.
ഇനി ഈ കുഴിയിലേക്ക് മണ്ണ് അടിക്കാനുള്ള മണ്ണ് ഞാൻ കൊണ്ട് തട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പാർട്ടി തന്നെ മണ്ണ് കൊണ്ട് തട്ടി 15 ലോഡ് മണ്ണാണ് ഇവിടെ തട്ടിയിട്ടുള്ളത്. ഇനി ഈ മണ്ണെല്ലാം നമ്മുടെ വീടിനകത്ത് ആ ബേസ്മെൻറ്റിനകത്ത് നിറയ്ക്കണം. ആ പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊരിഞ്ഞ വെയിലെന്ന് വെച്ചാൽ പൊരിഞ്ഞ വെയിലാണ്. കാരണം ഈ ഭൂമി ഇരിക്കുന്ന സ്ഥലത്ത് മറ്റു വൃക്ഷങ്ങളോ ഒന്നും നമ്മുടെ ഭൂമിയിലില്ല. ആ കാരണം കൊണ്ട് തന്നെ നല്ല വെയിലാണ്. എല്ലാം ഒരു ഈശ്വരാധീനം പോലെ പണികളെല്ലാം കഴിഞ്ഞ് ഒരു ഷെഡ് വായിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങിയതാണ്. ഷെഡ് വെച്ച് വലിയൊരു പരപ്പണിയായി. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. യോഗക്ഷേമം വഹാമ്യഹം. അതെ, നമ്മൾ സർവ്വതും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഒരു വാക്കായിരുന്നാലും ശരി തന്നെ, അത് എനിക്ക് വലിയ പ്രചോദനമാവും. ഈ ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ തറപ്പണി ഫിനിഷായി. പിന്നെ നമുക്ക് അടുത്ത ബഡ്ജറ്റ് കണ്ടിട്ട് വേണം ഇത് മുകളിലോട്ട് കെട്ടിപ്പടുക്കാൻ. പ്രാർത്ഥന ഉണ്ടാവണം, മുകളിലോട്ട് പടുക്കണം, മുകളിലോട്ട് നമുക്ക് പെര കയറണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം.